he just came and sat down and told me that honesty and hard work will definitely reward you back. I think that was the message which he told me while he sat down. So that was a very touching moment. I think I also celebrated. It's not that I didn't celebrate, but I was a bit too tired to keep on celebrating. So I thought, okay, let me sit down and enjoy the moment. കഴിഞ്ഞുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ അടുത്തത് നമുക്ക് IPL ആണ് വരുന്നത്. അപ്പോൾ IPL ഒരു പുതിയ ടീമിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ IPL നന്നായിട്ട് കളിക്കണം, അവർക്ക് വേണ്ടി മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യണം. ഇപ്പോൾ അവിടെയാണ് മനസ്സുള്ളത്. വലിയ ഇത് ഉറപ്പായിട്ടും കുറച്ച് വിഷമിച്ചിട്ടാണ് നാട്ടിൽ നിന്ന് പോയത്. അപ്പോൾ വിചാരിച്ച പോലെ ആ ഒരു സപ്പോർട്ടും ഇത്രയും എനർജിയും ഇത്രയും പ്രാർത്ഥന നൽകുന്ന ഒരു ആൾക്കാരുടെ ഫ്രണ്ടിൽ നല്ല പെർഫോമൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമത്തിലാണ് പോയത്. പക്ഷെ അതിനെക്കാട്ടി വലിയൊരു സംഭവമാണ് മോളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടിയതിൽ വലിയ സന്തോഷം. തിരിച്ചു വന്നപ്പോൾ ആ ഒരു എനർജിയും ആ ഒരു സപ്പോർട്ടും ആ ഒരു പോസിറ്റീവായിട്ട് എല്ലാവരുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ട്. അപ്പോൾ അത് സിനിമയിലൊക്കെ പറയില്ല, ഇത് നമ്മുടെ വിജയമാണെന്നൊക്കെ പറയില്ല, ആ ഒരു ഫീലിംഗാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. സഞ്ജു ഒരു വലിയ ഐക്കോണിക് ഫിഗർ ഒരു ടീമിലേക്കാണ് പോകുന്നത്, ധോണി, MS ധോണി. സഞ്ജു ഇപ്പം ഒരു വലിയ പോപ്പുലാരിറ്റി വലിയ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനൊരു ആ ഒരു ഇതിലിപ്പോൾ നോക്കിക്കാണുന്നത് ധോണിയായിട്ടുള്ളൊരു ഫീലിംഗ്? ഉറപ്പായിട്ടും മൈബായിട്ട് നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ട്, ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ടീമിൽ ഓൺ ആൻഡ് ഓഫായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ആദ്യമായിട്ടാണ് 2 മാസം ഒന്നിച്ച് ഒരു ടീമിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വിളിക്കുമ്പോഴും ഇടയ്ക്ക് കാണുമ്പോഴും കുറേ നല്ല പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് ഒരു 2 മാസം ഒരു ടീമിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നേരിട്ട് കാണാനും നേരിട്ട് കുറേ പുള്ളി എങ്ങനെയാണ് ക്രിക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നതും പുള്ളി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതെല്ലാം നേരിട്ട് കണ്ട് പഠിക്കാനും അങ്ങനത്തെ ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. എൻ്റെ അടുത്താണ് ഇല്ല, നമ്മളേക്കൊക്കെ പോയാൽ മതി. തലയും പാലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളേക്ക് പോയാൽ മതി. ഇപ്പം തന്നെ വലിയ സന്തോഷമുണ്ട്. ഞാൻ ഏത് രീതിയിലാണ് കളിയെ കാണുന്നത്, എങ്ങനെയാണോ പുറത്ത് ഗ്രൗണ്ടിൽ ഓൺ ആൻഡ് ഓഫ് ദ ഫീൽഡ് ഉള്ളത്, ആ സെയിം രീതിയിലായിരിക്കും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത്. ബാക്കി ഫാൻസിൻ്റെയും നാട്ടുകാരുടെയും ഓരോ സന്തോഷമല്ലേ, അവർക്ക് എങ്ങനെ വേണം വിളിക്കാം. Kerala state has hardly got that much of opportunity players and still you are certainly there's a big pressure, there's a fight that you put in a big system, right? Okay. How did you get this quality of being selfless? Because multiple colleagues of yours have said you are selfless. What means that selfless? Is the state of Kerala that makes you feel what one? Honestly, I think that's the true nature. I never wanted to be selfless. I think I've always wanted to be myself. So myself brings a lot of different qualities, lot of strengths, lot of weaknesses. So I look at a situation in the way I want to look at it. A lot of different people look at it in a different way in which it's helpful for them. So I look at it from completely how Sanju Samson would like to look at it. From the time of under 13 days playing for Kerala till this moment, I like to look at cricket as a team sport. So I think we play to win. I think so for that victory, whatever you do, that should be helping the team's cause. And while doing that, your private performances also comes up. So that's how I like to see it. And looking at what things have happened in my life lately, definitely I carry a lot of dreams with myself. So a lot of youngsters, lot of people, not even in cricket, lot of in different careers, they look at me like their own careers, like their own life. So when they see me failing in the Indian team, they feel okay, I think it's not possible for a guy from this place to go and achieve there. So that also kept on playing in my mind. So I felt that I need to prove something. A guy from Kerala, a guy from Trivandrum can also go out there and perform like this in the biggest stage cricket has ever seen. So that's a responsibility which I was carrying.
if I am actually going to the best platform and I'm feeling, so people will feel, yeah, namakku atharaykke ullu antu. So what I did recently, it gave me a great motivation saying that if you do it, 10 more boys will come up from Kerala dreaming that okay, we can also do that one day. So by God's grace it has happened, and I'm feeling that a lot of people are inspired in our state and also in the country to do the same. ഇതുവരെ നടക്കാത്ത സിറ്റുവേഷൻ ആണ്. ആദ്യമായിട്ടാണ് IPL കളിച്ചിട്ട് RRന് അഗെയിൻസ്റ്റ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഗ്രൗണ്ടിൻ്റെ അകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇമോഷൻസ് ഒന്നും ഞാൻ അങ്ങനെ വലുതായിട്ട് ആലോചിക്കാറില്ല. ഗെയിം ഉറപ്പായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യും. പക്ഷെ മാച്ചിന് മുമ്പും മാച്ച് കഴിഞ്ഞിട്ടും ഉറപ്പായിട്ടും പഴയ ടീമായിട്ട് കളിക്കുമ്പോൾ കുറേ പ്ലേയേഴ്സ് അവിടെ നമ്മൾ ചെറിയ കാലത്തിലെ കളിച്ച പ്ലേയേഴ്സൊക്കെ അപ്പുറത്തുണ്ട്, കുറേ മാനേജ്മെൻറ്റ് സപ്പോർട്ട് സ്റ്റാഫ് എല്ലാവരും അവിടെ കാണും. അപ്പോൾ അവർക്ക് ഉറപ്പായിട്ടും സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു സമയമുണ്ട്. എൻ്റെ സമയം RRലുണ്ടായിരുന്നു, അത് കഴിഞ്ഞെന്ന് വിശ്വസിച്ചാണ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോയത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പുതിയൊരു ജേണിയാണ്. ഒരു അഗെയിൻസ്റ്റ് വന്നാലും വലിയ സന്തോഷത്തോടെ തന്നെ കളിക്കാനാണ് താല്പര്യം. What was the best encouragement you got was after the T20 World Cup final? The best moment or the best encouragement you got from the senior players or from your parents or anyone? A lot of them, I think a lot of messages and calls did come. I think a message from Sachin sir. I think I received a message from Sachin sir saying that like it was a very emotional message for me. So that would be one of the greatest moments. And are you comfortable with Tamil? Tamil. Yeah, there was no message that I think me and Gautam share a very long relationship. I think I met him when I was in KKR. He was the captain of the team, and he also lives in Delhi. I also played in the same academy where he was there. And right from not even when he became Indian coach, he was playing for Indian team. I used to be in touch with him. I used to talk to him, and I used to discuss what else I need to do. So it's a very long relationship, and from there to what has happened now, I think words could not describe. Actually, it was a very tight hug, like which lasted for 30 seconds, and like that was it. And the feeling was very pure and very great. Actually, that's what we communicated. Quite emotional. It was quite like a dream. It was like I'm in some other zone only. I never felt like okay, I need to bend down on my knee and do this. It actually automatically happened. So sometimes in your life you experience that, and that is one of the greatest experience I ever had. Actually, that little moment where I felt that okay, there is something special happening here. It was a very emotional moment, a very private, spiritual moment. So yes, that's how I would like to describe it. Sanju, Tamil CSK fans Tamil, are you comfortable in Tamil? Yeah, very much comfortable in Tamil. Message for the CSK fans who are going to play today. Yeah. தமிழ்ல என்ன பேசணும்னா, தமிழ் நம்ம சிஎஸ்கே ஃபேன்ஸ் கிட்ட சொல்கிறது ரொம்ப சந்தோஷமாக இருக்குது. நம்ம சென்னையில் ஆஃப்டர் கெட்டிங் ட்ரேட் நான் ஃபஸ்ட் டைம் சென்னையில் போட்டு வேர்ல்ட் கப் மேட்ச் ஆடுறேன் ஜிம்பாப்வேயோட. அப்போ அங்கே போகும்போதே சென்னை ஊரெல்லாம் எங்கே பார்த்தாலும் ஹோட்டலுக்குள்ளே ஹவுஸ் கீப்பிங்காக இருந்தாலும், ரூம் சர்வீஸாக இருந்தாலும், கிரவுண்ட் க்யூரேட்டர்ஸாக இருந்தாலும், அங்கே லோக்கலாக இருந்த எல்லாரும் ரொம்ப ஆல்ரெடி ரொம்ப ஹாப்பினஸ்ஸை ஷேர் பண்ணுறாங்க, ஆல்ரெடி ரொம்ப சப்போர்ட்டும் லவ்வும் ஷேர் பண்ணுறாங்க. அப்போது ரொம்ப கிரேட்ஃபுல்லாக ஃபீல் பண்ணுறேன். அப்போது அங்கே போயிட்டு என்ஜாய் பண்ணலாம். And Hindi, does knowing Hindi has helped you come up in cricket? Has it been helpful? Or what is your message to all those youngsters that everybody should learn multiple languages? Yeah, I didn't actually learn it consciously. Actually, I grew up in Delhi for my first 7-8 years, so Hindi came very automatically. And then
where I come from, Vizhinjam. So that's the border of Tamil Nadu. So people speak Tamil there. We watch a lot of Tamil movies. So Tamil came on way automatically. So yes, definitely knowing Hindi and Tamil definitely helped me to connect a bit more with my Indian teammates. So I definitely connect equally with Abhishek Sharma and Arshdeep Singh, and also equally with Varun Chakravarti and Washington Sundar. So it's a blessing which automatically came, and I really enjoyed it. നമ്മൾ ഓൾറെഡി വേറെ ലെവലിലാണ്. അതെ ചേട്ടാ, ഞാൻ പറഞ്ഞ അതെ ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ഓൾറെഡി മലയാളികൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബഹുമാനവും എക്സ്ട്രാ ഒരു റെസ്പെക്റ്റും ഉണ്ട്. അത് നമ്മൾ ആൾക്കാർക്ക് പെരുമാറുന്ന രീതിയാണ്, നമ്മൾ ആൾക്കാർക്ക് സംസാരിക്കുന്ന രീതിയാണ്, നമ്മളെ ക്യാരി ചെയ്യുന്ന രീതിയായിരിക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഞാൻ ആ ഒരു നാട്ടിൽ പോകുമ്പോൾ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് ഒരു നല്ല പേര് വരുത്തണമെന്ന് അങ്ങനത്തെ ഒരു ആഗ്രഹം കൊണ്ടാണ് അവിടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഒരു ചേട്ടാന്നുള്ളൊരു പേര് എല്ലാവരും ഏറ്റെടുത്തെങ്കിൽ വലിയ സന്തോഷം. അപ്പോൾ വലിയ ചേട്ടന്മാർ വരെ എന്നെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരി, വലിയ കുഴപ്പമൊന്നുമില്ല, വിളിച്ചോട്ടല്ലേ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എപ്പോഴാണ്? ഓ അതോ, അത് കുറച്ച് മിക്സപ്പല്ലേ ഇല്ലട്ടാ, അത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ റുട്ടീനാണല്ലോ. നമ്മൾ പല വിശ്വാസങ്ങളിലൂടെയാണല്ലോ ഓരോരോ ബോളും ഫേസ് ചെയ്യുന്നത്. കുറച്ച് അങ്ങനെ എടുക്കാം, എങ്ങനെ വേണം എടുക്കാം. ഉറപ്പായിട്ടും ഇത്രയും വലിയൊരാൾ അങ്ങനത്തെ ഒരു കമന്റ് പറയുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് വലിയ സന്തോഷം തോന്നും. ടി പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ക്രിക്കറ്ററാണ്. അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്ന് ഇത്രയും നല്ലൊരു വാക്കുകളുണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് തോന്നി. എങ്ങനെ ഇതൊക്കെ അവിടെ ഇവിടെ എല്ലായിടത്തും ഹോം ഗ്രൗണ്ട് എങ്ങനെ, അപ്പോൾ ആ ഒരു ഫീലാണ്. അപ്പോൾ ചെന്നൈയിലും ആ ലെവലിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഭയങ്കര രീതിയിലുള്ളൊരു സപ്പോർട്ടും ബഹളമാണ് ആ സ്റ്റേഡിയത്തിൽ ഉണ്ടായത്. അപ്പോൾ വലിയ സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ ഒരു വലിയ ഭാഗ്യമല്ലേ. നമുക്ക് ഉറപ്പായിട്ടും പെർഫോം ചെയ്യാൻ പറ്റും, കളി ജയിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും സപ്പോർട്ടും ഇത്രയും ആൾക്കാർ കൂടെ ഉണ്ടെന്നുള്ളൊരു ഫീല് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫീല് ചെയ്യുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ വലിയ സന്തോഷമാണ്. ട്രാൻസിഷൻ കുറെ വലിച്ചടിച്ച് നോക്കി, ഒന്നും നടന്നില്ല. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു ഫെയിലിയർ വന്നല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിലൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഭാഗ്യവശാൽ ഞാൻ ടീമിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഉറപ്പായിട്ട് വിഷമം ഉണ്ടായിരുന്നു, കുറേ സങ്കടം ഉണ്ടായിരുന്നു, കുറേ ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഇമോഷൻസ് എല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊരു 7 ദിവസം കിട്ടിയായിരുന്നു ടീമിൻ്റെ കൂടെ തന്നെ. അപ്പോൾ ആ ഒരു 7 ദിവസത്തിൽ നമ്മൾ വെറുതെ ഇരിക്കാതെ വർക്ക് ചെയ്യുമല്ലോ. നമ്മൾ ബാറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പോകും, മെൻ്റലി വർക്ക് ചെയ്യും. അപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു, എന്താണ് ഞാൻ ന്യൂസിലൻഡ് സീരീസ് മോശമായിട്ട് ചെയ്തത്, അപ്പോൾ അടുത്ത അവസരം കിട്ടുകയാണെങ്കിൽ ഇനി എന്താണ് ബെറ്ററായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു റീബിൽഡിങ് ഫേസ് എനിക്കൊരു 7 ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എനിക്ക് സക്സസിനെ കാട്ടി കൂടുതൽ കിട്ടിയിട്ടുള്ള ഫെയിലിയേഴ്സാണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സിന് പെട്ടെന്ന് തിരിച്ചു വരാൻ ഉള്ളൊരു പാഠം ദിവസമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഫെയിലിയറിന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, ഓക്കെ ഇനി സക്സസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായി കൂടുതൽ വലിച്ചടിക്കേണ്ട ആവശ്യമില്ല, ബോൾ നോക്കി ടൈം ചെയ്യാനും പറ്റുമെന്നുള്ളൊരു ടാലൻറ്റ് എനിക്കുണ്ടെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ടും കുറച്ചുകൂടെ ക്ലിയറായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ എനിക്ക് എന്തൊക്കെയാണ് ഷോട്ട്സ് ഉള്ളത്, എനിക്ക് എന്തൊക്കെയാണ് ഷോട്ട്സ് ഇല്ലെന്ന്, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി കുറച്ചുകൂടെ ബെറ്ററായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് 97 ആണെന്ന് തോന്നുന്നു. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടുള്ളൊരു മാച്ചാണ് എനിക്ക് ഏറ്റവും ക്രൂഷ്യലായിട്ട് തോന്നിയത്. കാരണം നമുക്ക് സിംബാബ്വെ മാച്ച് മുതൽ 4 മാച്ച് നോക്കൗട്ടാണ്. അപ്പോൾ ഇന്ത്യ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വേൾഡ് കപ്പ് ജയിച്ചിട്ടില്ല എന്നുള്ളൊരു സംഭവം ഡ്രസ്സിംഗ് റൂമിലൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്യുമ്പോൾ ഒരിക്കലും എപ്പോഴും പ്രഷർ കൂടുതലുള്ള ഒരു സമയമാണ്. അപ്പോൾ ചേസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു സൈഡിൽ പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ നോക്കി പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കുമ്പോൾ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പ്രഷർ വീണ്ടും ബിൽഡായിക്കൊണ്ടിരിക്കും.
അപ്പോൾ അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി, കറക്റ്റായിട്ട് ലാസ്റ്റ് ഒരു വിന്നിങ് ഷോട്ട് വരെ കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു വലിയ സന്തോഷമുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ എന്തായാലും കളിക്കുന്നില്ലായിരുന്നല്ലോ, ഞാനൊരു മാച്ചേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അഭിഷേകിന് വയ്യാത്തപ്പോഴാണ് കളിച്ചത്. അപ്പോൾ ടീമിൻ്റെയും ലീഡേഴ്സിൻ്റെയും ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ അവർ മാക്സിമം പ്ലേയേഴ്സിനെ ബാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തായാലും നമ്മൾ പുറത്തിരിക്കുന്ന ആൾക്കാർ എല്ലാ മാച്ചും റെഡി ആയിരിക്കണമല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഭയങ്കര പ്രതീക്ഷ ഇല്ലായിരുന്നു, പക്ഷെ ഇല്ലാതെ അങ്ങനത്തെ ഒരു ബാലൻസിൽ അങ്ങനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. One man and this victory. I think that's a psyche that probably he is trying to bring. How has your experience been? How do you see the group? Have you tried to bring that transformation to the team? Because I remember when you brought the man and you presented it to somebody else. Is it how everybody thinks now? Because that things have to change. Yeah, definitely. That's the conscious decision which has been brought in by our captain and coach in the dressing room. So that's the same constant message from our leaders to the group, that the team should come first and the individual milestone should come second. So that automatically got drilled into each and every one of us in the team, and that's how we started reacting in each and every game. So yes, that's a conscious decision which our leaders wanted to apply. സഞ്ജു നിനക്ക് കഴിയും എന്ന് പറഞ്ഞ് ഈ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതിന് റിട്ടേൺ ബാക്ക് ഈ അവസാനത്തെ 4 കളിയിൽ 3 കളിയിൽ പെർഫോമൻസ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത മനുഷ്യരാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അവരെങ്ങനെയാണ് ഈ തിരിച്ചുവരവ് സഹായിച്ചത്? ഏറ്റവും പ്രിയപ്പെട്ട ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂസിലൻഡ് സീരീസ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോൺ ഓഫായി. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് എൻ്റെ സോഷ്യൽ മീഡിയ ഓഫ് ചെയ്ത് എന്നെ ആർക്കും റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സോണിൽ ഞാൻ എത്തി. അപ്പോൾ ഞാനാകെ എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും നന്ദി പറയാനുള്ള വ്യക്തി ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് അപ്പോൾ പെട്ടെന്ന് തോന്നി നമുക്ക് കുറേ സംഭവങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 31 വയസ്സായി, ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പുറത്ത് എങ്ങനെ വരണമെന്ന് ഏറ്റവും ബെസ്റ്റ് ആൻസർ തരാൻ പറ്റിയ ഞാൻ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് നമുക്ക് ഇനി ബെറ്ററായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഐ ട്രസ്റ്റഡ് മൈ ഓൺ സെൽഫ് എന്ന് പറയാം. അപ്പോൾ അതായിരിക്കും ഏറ്റവും വലിയൊരു വിശ്വാസം എനിക്ക് നൽകിയത്. ഉറപ്പായിട്ടും നമ്മൾ എല്ലാവർക്കും ഉള്ള സംഭവമാണല്ലോ കേട്ടോ. ഞാനാണെന്ന് പറഞ്ഞാലും പകുതിനെ കാട്ടി കൂടുതൽ ദൈവമാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ മാച്ചസിൽ എനിക്ക് കാണാൻ പറ്റിയത്. ഞാൻ ചില സമയത്തൊക്കെ തോന്നി ഞാനല്ല ബാറ്റ് ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വലിയ സന്തോഷം. നമ്മൾ പെട്ടെന്നല്ല ഈ ചേഞ്ച് ഉണ്ടായത്. ഞാൻ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ 10ാം വയസ്സിൽ ഞാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. കുറേ അണ്ടർ-19 കളിച്ചു, രഞ്ജി ട്രോഫി കളിച്ചു. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമായിട്ടാണ് മോളിൽ എനിക്കൊരു ബ്ലെസ്സിങ് തന്നെന്നാണ് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. ചെറിയൊരു സ്ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയായിരുന്നു വേൾഡ് കപ്പിന് വേണ്ടി മാത്രം. അപ്പോൾ മെൻ്റലിയും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയായിരുന്നു. ഫിസിക്കലിയും കുറച്ച് ചെറിയ ടെക്നിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ തന്നെ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉള്ളു പറഞ്ഞ കൂടുതൽ ആലോചിക്കുന്നില്ല. വലിയ സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷിക്കുക, അത് മാക്സിമം എൻജോയ് ചെയ്യുക. കാരണം നമ്മൾ കുറച്ച് ആലോചിക്കുന്നുണ്ട്. കുറച്ച് നമ്മൾ ക്രിക്കറ്റ് ആയാലും ഏതൊക്കെ കരിയർ ആണെങ്കിലും നമുക്കൊന്ന് കിട്ടാൻ നമ്മൾ ഭയങ്കര പാടുള്ളൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അടുത്തിലോട്ട് ചാടാനാണ് മനസ്സ്. നോർമലായിട്ട് അങ്ങനെയാണ് ആലോചിക്കുന്നത്. പക്ഷെ എനിക്കൊന്ന് സമാധാനമായിട്ട് നിന്ന് ക്രിക്കറ്റ് ഒന്ന് എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിൽക്കാൻ താല്പര്യം.
came way over. And everybody is interested to know what was the conversation that was happening. Yeah, I think we also share a decent bond of the field. I think he has been a part of the system for a very long time. I remember him doing commentary when I was playing my first game. So he just came and sat down and told me that honesty and hard work will definitely reward you back. I think that was the message which he told me while he sat down. So that was a very touching moment. I think I also celebrated. It's not that I didn't celebrate, but I was a bit too tired to keep on celebrating. So I thought, okay, let me sit down and enjoy the moment. Thank you so much. എല്ലാവരും വന്നതിന് വലിയ സന്തോഷം. Thank you so much for giving me my space and എല്ലാവർക്കും ആ ഒരു പ്രൈവസി തന്നതിൽ വലിയ സന്തോഷം. എനിക്കറിയാം എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ബൈക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത്, പക്ഷേ എൻ്റെ ഒരു ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്, വലിയ സന്തോഷം.